ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ എന്തിനാണ് ഈ ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക്, അതായത് ഫ്രഷേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും. അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ നമുക്ക് കാണുമ്പോൾ അറിയാം, അതായത് ഇതൊരു HDP പൈപ്പ് യാർഡാണ്. HDP എന്ന് പറയുമ്പോൾ ഹൈ ഡെൻസിറ്റി പോളിയെത്തലിൻ എന്ന് പറയുന്ന ഒരു പൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബട്ട് ഫ്യൂഷൻ വെൽഡ് ജോയിൻറ്റിങ് വർക്കാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ അറിയാം എന്തൊക്കെയാണ് ഇതിനകത്ത് ഒബ്സർവേഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്കത് ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നമുക്കറിയാം ഒരു അൺസേഫ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക്കൽ വർക്കാണ് ഇവിടെ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കലാണ് അൺസേഫ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിനി നോക്കാം എന്താണ് കാറ്റഗറി എന്നുള്ളത്. കാറ്റഗറി നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് അൺസേഫ് ആക്ട് ആൻഡ് അൺസേഫ് കണ്ടീഷൻ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഞാൻ അൺസേഫ് ആക്ടും കൊടുത്തത് അല്ലെങ്കിൽ അൺസേഫ് കണ്ടീഷൻ കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൺസേഫ് ആക്ട് കൊടുത്തതിൻ്റെ കാരണം നമ്മൾ ഇൻഡക്ഷൻ സമയത്തും ട്രെയിനിങ് സമയത്തും അതേപോലെ തന്നെ TBTയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരു സൈറ്റിൽ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള PDBs, അതായത് പവർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. നമുക്കറിയാം ഡൊമസ്റ്റിക് ആയിട്ടുള്ള PDB എപ്പോഴും നമ്മൾ ചെറിയ വീടുകളിലൊക്കെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കണക്ഷനിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസ് അല്ലെങ്കിൽ ഒരു സൈറ്റ് പർപ്പസിന് ഒരിക്കലും നമ്മൾ ഡൊമസ്റ്റിക് PDB നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞിട്ടും അവർ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളത് അൺസേഫ് ആക്ട് കൊടുത്തത്. പിന്നെ എന്തിനാണ് അൺസേഫ് കണ്ടീഷൻ കൊടുത്തത്? അൺസേഫ് കണ്ടീഷൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു കമ്പനിയുടെ കയ്യിൽ ആ ഒരു ഇൻഡസ്ട്രിയൽ ടൈപ്പ് ബോർഡ് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു മാനേജ്മെൻറ്റ് ഫെയിലിയർ ആയതും നമുക്കതൊരു അൺസേഫ് കണ്ടീഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് പ്രയോറിറ്റി നോക്കാം. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഹൈ ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ പ്രയോറിറ്റി കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇലക്ട്രിക്കാണ് അല്ലേ. ഈ ഒരു ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പൊട്ടൻഷ്യൽ കൂടുതലാണ്, അപകടത്തിനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. ഈ ഒരു ഡൊമസ്റ്റിക് PDB ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഫയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഓവർലോഡായിട്ട് അല്ലെങ്കിൽ ഹീറ്റായിട്ട് ഫയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഷോക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഹസാർഡ് ഉണ്ടാവാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വയറും എല്ലാം സബ്സ്റ്റാൻഡേർഡ് ആണ്, അതായത് ഒരിക്കലും സ്റ്റാൻഡേർഡ് അല്ലാത്ത വയറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് ഒബ്സർവേഷൻ റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഒബ്സർവേഷൻ അല്ലേ, ഒബ്സർവ്ഡ് യൂസിങ് ഡൊമസ്റ്റിക് പവർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഓർ സബ്സ്റ്റാൻഡേർഡ് ബോർഡ് ഫോർ ബട്ട് ഫ്യൂഷൻ വെൽഡ്, ചാൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഓർ ഫയർ ഹസാർഡ് അറ്റ് HDP പൈപ്പ് യാർഡ് ഏരിയ. അപ്പോൾ ഞാൻ ഇത് ഒബ്സർവേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ എന്നുള്ളത്, എന്താണ് നമ്മൾ അവിടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രോപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രോപ്പർ മെസ്സേജ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇത് വായിക്കുന്ന ഒരാൾ, ഇപ്പം നമ്മളിത് ഒബ്സർവേഷൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇത് നമുക്ക് വായിക്കാൻ വേണ്ടി മാത്രമല്ല, പല ആൾക്കാർക്കും, അതായത് നമ്മുടെ എൻജിനീയേഴ്സും സൂപ്പർവൈസറിനും നമ്മുടെ മുകളിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മെസ്സേജിനകത്ത് എപ്പോഴും കൺവേ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് കൺവേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഒബ്സർവേഷൻ, അതിൽ നിന്ന് എന്താണ് ഹസാർഡ് ആവാനുള്ള ചാൻസ്, അതേപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷൻ, പിന്നെ എന്തെയാണ് വർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, അതായത് എന്താണ് അവിടെ നടക്കുന്ന വർക്ക്, എന്താണ് അവിടുത്തെ ഒബ്സർവേഷൻ, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഹസാർഡ്, അതേപോലെ തന്നെ ലൊക്കേഷൻ. ഈ ഒരു കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ഒബ്സർവേഷൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പം എന്താണ് റെക്കമെൻഡേഷൻ ഇവിടെ കൊടുത്തേക്കുന്നത്? ഇമ്മീഡിയറ്റ്ലി സസ്പെൻഡഡ് ദ വർക്ക് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻഫോം ടു സൈറ്റ് സൂപ്പർവൈസർ. അതായത് ഈ ഒരു ഒബ്സർവേഷൻ പ്രയോറിറ്റി ഹൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഈ ഒരു വർക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്തു. കാരണം ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസ് നമുക്ക് വർക്ക് സസ്പെൻഡ് ചെയ്യാണ്ട് നമ്മൾ എൻഗേജ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഒരു പക്ഷേ ഇത് സസ്പെൻഡ് ചെയ്യാണ്ട് നമ്മൾ ടൈം പീരീഡ് കൊടുത്തിട്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു ഗ്യാപ്പ് ടൈമിൽ ഇവർ വർക്ക് ചെയ്യാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് നമ്മൾ
വർക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമൊക്കെ ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, വർക്ക് സസ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുകളിലുള്ള ആരാണോ അത് മാനേജർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ HSE സൂപ്പർവൈസർ, HSE ലീഡ് ആരോ ആയിക്കോട്ടെ, അവരുമായിട്ട് ഇൻഫോം ചെയ്തതിന് ശേഷം മാത്രമേ വർക്ക് സസ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അത് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അവരുടെ അടുത്ത് ഒരു പ്രാവശ്യം ഇൻഫോം ചെയ്തിരിക്കണം. അപ്പം ഇമ്മീഡിയറ്റ്ലി സസ്പെൻഡ് ദ വർക്ക് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻഫോം ടു സൈറ്റ് സൂപ്പർവൈസർ. അപ്പോൾ ആരാണോ ആ പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള സൈറ്റ് സൂപ്പർവൈസർ, നമ്മൾ അവരുമായിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു PDB നമ്മൾ The PDB was tagged with do not use warning signs to prevent unauthorized operation. അതായത് നമ്മൾ ഈ ഒരു PDB do not use എന്ന് പറയുന്ന ഒരു വാർണിംഗ് സൈൻസ് ഉപയോഗിച്ച്, ഒരു വാർണിംഗ് സൈനേജസ് ഉപയോഗിച്ച് നമ്മളത് ബാരിക്കേഡ് ചെയ്യുകയും, അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺഓതറൈസ്ഡ് ഓപ്പറേഷൻ, ഒരു പക്ഷേ ചിലപ്പം മറ്റൊരാൾ വന്ന് ഇത് ഓർക്കാണ്ട് തന്നെ ഇത് വർക്ക് തുടരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡു നോട്ട് യൂസ് കാർഡ് അല്ലെങ്കിൽ റെഡ് കാർഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പം അത് നമ്മൾ വാർണിംഗ് സൈനേജ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഏരിയ ബാരിക്കേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇൻസ്ട്രക്റ്റഡ് ടു പ്രൊവൈഡ് IP65 ഇൻഡസ്ട്രിയൽ ടൈപ്പ് PDB. അതായത് അപ്പം നമ്മൾ റെക്കമെൻഡേഷൻ പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ കൊടുക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് IP65, അതായത് ഇൻക്രീസ് പ്രൊട്ടക്ഷൻ 65 ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ടൈപ്പ് PDB കൊടുക്കാൻ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം ഓരോ കമ്പനിയിലും ഓരോ സ്റ്റാൻഡേർഡാണ്. ഇപ്പം IP65 ഉണ്ട്, IP66 ഉണ്ട്. അത് ഓരോ റേറ്റിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ കമ്പനിയുടെ പോളിസി അനുസരിച്ചിട്ടാണ് നമ്മളതെപ്പോഴും കൊടുക്കുക. അടുത്തയാണ് നമ്മൾ റെക്കമെൻഡേഷൻ എടുത്തത് ഓൺ ടൈം TBT കണ്ടക്റ്റഡ് റിഗാർഡിംഗ് ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ആൻഡ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ ഡെലിവേർഡ്. അതായത് നമ്മൾ ഈ വർക്ക് സസ്പെൻഡ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നമ്മൾ ആ വർക്ക് ജോലിയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള വർക്കേഴ്സിനെ നമ്മൾ ചെറിയൊരു ഓൺ സൈറ്റ് ആയിട്ടുള്ളൊരു TBT നമ്മൾ കണ്ടക്ട് ചെയ്തു. കാരണം അവർക്കത് മനസ്സിലാവണം എന്തുകൊണ്ടാണ് ഇത് വർക്ക് സസ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് അവർക്കത് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സൈറ്റിലൊരു പോസിറ്റീവായിട്ടുള്ളത് കൾച്ചർ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരു റെക്കമെൻഡേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഹൈറാർക്കി ഓഫ് കൺട്രോൾ അനുസരിച്ചിട്ട് വേണം നമ്മളെപ്പോഴും റെക്കമെൻഡേഷൻ ചെയ്യാൻ. എന്താണ് അവിടെ കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളെപ്പോഴും ഒരു ഹൈറാർക്കി നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ് ആ സസ്പെൻഡ് ചെയ്തതിനുള്ള കാരണം നമ്മൾ ചുറ്റുമുള്ള ആ ഒരു വർക്കേഴ്സുമായിട്ടും അതേപോലെ സൂപ്പർവൈസറുമായിട്ട് എല്ലാവരും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു ഒബ്സർവേഷൻ ഒരിക്കലും വെർബലി പറഞ്ഞിട്ട് പോകാൻ ചെയ്യാതിരിക്കുക. പലരും ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വെർബലി അത് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇത് വെർബലി അല്ലാണ്ട് നമുക്ക് റെക്കോർഡിക്കലി എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഒന്ന് നമുക്കറിയാം, നമ്മളുടെ സോഷ്യൽ മീഡിയ, അതായത് വാട്സപ്പ് ത്രൂ ഒക്കെ ആയിരിക്കും പലരും ഒബ്സർവേഷനൊക്കെ നമ്മൾ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഗ്രൂപ്പുകളിലൊക്കെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അല്ലേ, അതിനകത്തൊക്കെ ആയിരിക്കും നമ്മൾ എപ്പോഴും നമ്മളുടെ ഒബ്സർവേഷൻ എപ്പോഴും റെക്കോർഡിക്കൽ ചെയ്യുക. അതൊരിക്കലും ചെയ്യാതിരിക്കല്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് എപ്പോഴും നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പോൾ പല എഞ്ചിനീയർമാർ പറയും ഞാനിപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാം, ഇപ്പം തന്നെ ചെയ്യാം എന്നുള്ളത് അവർ പറയും. പക്ഷേ നമ്മുടെ ഒരു HSE ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെയിൻ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എൻഷുർ ആൻഡ് മോണിറ്റർ ചെയ്യുന്നുള്ളതാണ്. അപ്പം ഇത് എൻഷുർ ചെയ്തുന്ന ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ വീണ്ടും അവർ വർക്ക് എൻഗേജ് ചെയ്ത് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അത് റെക്കോർഡിക്കൽ ചെയ്യാം. ഇനി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാട്സപ്പ് അല്ലാണ്ട് നമുക്ക് ഒബ്സർവേഷൻ കാർഡുകളുണ്ടാവും അല്ലേ, പല സൈറ്റുകളിലും ഒബ്സർവേഷൻ കാർഡുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കാർഡിനകത്ത് നമുക്ക് ഈ പറയുന്ന ഒബ്സർവേഷൻ റിപ്പോർട്ടിംഗ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോപ്പ് കാർഡുകളൊക്കെ ഉണ്ടാവും. അപ്പം സ്റ്റോപ്പ് കാർഡിൽ നമുക്ക് ഈ പറയുന്ന ഒബ്സർവേഷനൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്.